നീതു വിളിച്ചതിന് ശേഷം ഞങ്ങൾ വീട്ടിലോട്ട് വന്നപ്പോഴത്തേക്കും ഓൾറെഡി ഇരുന്ന ഒരു സ്ട്രക്ചറിൽ തന്നെയാണ് നമുക്ക് വർക്ക് ചെയ്യേണ്ടിയിരുന്നത്. വന്ന് ഞങ്ങൾ സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു എന്തൊക്കെയാണ് നീതുവിനും റുബേഷിനും ഈ ഒരു വീട്ടിൽ മോഡിഫിക്കേഷൻ വേണ്ടത് എന്നുള്ളത്. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇൻസൈറ്റ്സും പറഞ്ഞു കൊടുക്കാനായിട്ടുള്ളൊരു ഓപ്പൺ കോൺവെർസേഷൻ നമ്മളൊരു ആക്ച്വലി ഫസ്റ്റ് മീറ്റിംഗ് തന്നെ എനിക്കൊരു 4 മണിക്കൂറോളം നമ്മൾ ഇരുന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ക്ലിയർ ആയിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി താമസിക്കുമ്പോൾ തന്നെ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളാണ് സ്റ്റോറേജിൻ്റെ ഒരു അഭാവമുണ്ട് എന്നുള്ളത്. അപ്പം അതെങ്ങനെ നമുക്ക് ഇരിക്കുന്ന സ്ട്രക്ചറിലോട്ട് കൊണ്ടുവരാൻ പറ്റും. കാരണം നമുക്ക് സ്ട്രക്ചറലി ഒരു പുതിയ മുറിയോ അല്ലെങ്കിൽ പുതിയൊരു ഏരിയയോ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എന്നാൽ ഇരിക്കുന്ന റൂമിന് നമ്മൾ മാക്സിമം ഫങ്ഷണാലിറ്റി കൊണ്ടുവരികയും വേണം. അങ്ങനെ ഒരു റിക്വയർമെൻ്റ് ആയിരുന്നു മെയിനായിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ ബേസിക്കലി നമുക്ക് കിച്ചൺ ഏരിയ നോക്കുകയാണെങ്കിൽ സ്റ്റോറേജ് ആവശ്യത്തിന് സ്റ്റോറേജ് ഉണ്ടായിരുന്നെങ്കിലും ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് അല്ലായിരുന്നു. മാത്രമല്ല വർക്ക് ഏരിയ ഉണ്ടായിരുന്നില്ല. വർക്ക് ഏരിയ വരാൻ പറ്റാത്ത സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ നമുക്ക് ഇന്റർലോക്ക് വരുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ ടാങ്ക് ഉണ്ട്. അപ്പോൾ മെയിൻ്റനൻസിനൊരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഒരു അഡീഷണൽ വർക്ക് ഏരിയയിലോട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ലിമിറ്റേഷൻ വരുന്നുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ എങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് ഞങ്ങൾ ഫസ്റ്റ് ഒരു സിറ്റിങ്ങിൽ കംപ്ലീറ്റ് റിക്വയർമെൻറ്റ് എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ 3D വ്യൂസ് വർക്കൗട്ട് ചെയ്തു, ഡിസൈൻസ് നമ്മൾ പ്രസൻറ്റേഷൻ ചെയ്തു. അപ്പം ആ പ്രസൻറ്റേഷൻ തന്നെ ഒരു 3D ഫ്രെയിം വർക്കായി. ആ ഫ്രെയിമിൽ നിന്ന് എങ്ങനെയാണ് ഇനി കുറച്ച് എഡിറ്റ്സ് ഉണ്ട്, കുറേ കാര്യങ്ങൾ ഇനിയും അതിനകത്തും എനിക്ക് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത് രണ്ടുപേരും ഓപ്പണായിട്ട് നമ്മളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത സിറ്റിങ്ങിൽ കളേഴ്സ് എടുത്ത് കൊണ്ടുവരാം. കാരണം ടൈലൊന്നും നമ്മൾ മാറ്റുന്നില്ല, ടൈലൊക്കെ ഓൾറെഡി ഇരിക്കുന്ന ടൈലാണ്. അപ്പോൾ ആ ടൈലിനനുസരിച്ചിട്ട് നമ്മൾ എങ്ങനെ കളേഴ്സ് കൊണ്ടുവരാൻ പറ്റും ഒരു ഡിസ്കഷന് നമ്മൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മളൊരു 3D ഫ്രെയിം സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബാക്കി വർക്കിലോട്ട് മൂവ് ഓൺ ചെയ്തത്. ഇനിഷ്യൽ നമ്മൾ ഡിസൈനിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ലൈക്ക് ഇഷ്ടപ്പെട്ടുള്ള റെഫറൻസ് ഇമേജസ് എൻ്റെ വീഡിയോസൊക്കെ ഞങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ ഹെൽപ്ഫുള്ളാണ്. കാര്യം ഇവരുടെ ടേസ്റ്റ് മനസ്സിലാക്കാനായിട്ട് കൂടുതൽ അത് ഹെൽപ്ഫുൾ ആയിരുന്നത്. പിന്നെ നമുക്ക് ഈ 3D ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് ഉള്ളൊരു ചലഞ്ച് വെച്ചാൽ ഡിജിറ്റൽ ഇമേജ് അല്ലെങ്കിൽ അത് വർക്കൗട്ട് ചെയ്ത് വരുമ്പം റിയൽ ഇപ്പം ലാമിനേറ്റ് ആണെങ്കിലും അതിൻ്റെയൊക്കെ റിയൽ ഫിനിഷസായിട്ട് ചെറിയ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ നമ്മൾ 3D ചെയ്തതിന് ശേഷം നമുക്കുള്ളൊരു ഫേസിങ് ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റെസൊല്യൂഷൻ ലൈക്ക് നമ്മൾ ഓരോ സ്ക്രീൻ അനുസരിച്ചിട്ട് ചിലപ്പോൾ അതിൻ്റെ ലൈറ്റിങ്ങിനൊക്കെ ഉണ്ടാകുന്ന എക്സാക്ട് കളർ മനസ്സിലാക്കാനായിട്ടുള്ള പാടുണ്ടാകും. അപ്പോൾ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ഓഫീസിൽ രൂപേഷ് ഇത് വരികയും ഞങ്ങൾ ഓൺ ദ സ്പോട്ടിൽ തന്നെ ലാമിനേറ്റ്സ് അവരെ റിയൽ ഷെയ്ഡ് കാണിക്കുന്നുണ്ടായിരുന്നു. അത് കാണിച്ചിട്ട് 3Dയിലിട്ട് അതിൻ്റെ റിയലായിട്ടുള്ള അതിൻ്റെ 3D ഇമേജസോടെ വർക്കൗട്ട് ചെയ്ത് കാണിക്കുമ്പോൾ അവർക്കും റിയൽ എത്ര വരും കാര്യം 3D എന്നുള്ള വ്യത്യാസങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കാനും അതനുസരിച്ചിട്ടാണ് നമുക്ക് ഓവറോൾ ഡിസൈനിൽ വർക്കൗട്ട് ചെയ്യാനും പറ്റും. വീടിൻ്റെ ഇൻറ്റീരിയറിന് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കാണുന്ന പല റീൽസും പിൻട്രസ്റ്റിൽ കാണുന്ന പല ഇമേജസൊക്കെ ഞങ്ങൾ സെർച്ച് ചെയ്ത് സേവ് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. അപ്പം അഖിലയും ഫെബിയായിട്ടുള്ള പല സിറ്റിങ്ങുകളിലും അതേപോലെ വാട്സാപ്പ് ചാറ്റ്സിലും നമ്മൾ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഇതെല്ലാം അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഞങ്ങൾ പറയുന്നുണ്ടായിരുന്നു ദിസ് ഇസ് ഹൗ ഇറ്റ് ഷുഡ് ബി, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു രീതിക്ക് നമുക്കിത് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള രീതിക്ക് ഡിസൈനിലേക്ക് ഇത് ഉൾപ്പെടുത്താൻ പറ്റുമോ എന്നുള്ള രീതിക്ക് നമ്മളെപ്പോഴും അങ്ങനത്തെ കോൺവെർസേഷൻസ് ഉണ്ടായിരുന്നു. അപ്പം ഈവൻ ദോ ഈ ഇൻസ്റ്റഗ്രാം റീൽസ് ആണെങ്കിലും ഇത് ഈ എക്സിസ്റ്റിംഗ് സ്ട്രക്ചറിലോട്ട് എങ്ങനെ കൊണ്ടുവരാന്നുള്ളതിൻ്റെ ഇൻപുട്സ് അവർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. മേ ബി കാണുമ്പം എസ്തെറ്റിക്കലി പ്ലീസിങ് ആവും, പക്ഷെ അത് പ്രാക്ടിക്കലി എത്രത്തോളം പോസിബിൾ ആണ് അല്ലെങ്കിൽ അതൊരു പറ്റാത്ത എന്തെങ്കിലും ഫാക്ടർ ഉണ്ടെങ്കിൽ അതിൽ നമുക്കത് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. സോ ദാറ്റ് ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കിച്ചണിൽ ഞങ്ങൾക്കൊരു ടോൾ യൂണിറ്റിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. സോ ദാറ്റ് സ്റ്റോറേജ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോർണർ യൂണിറ്റ് ആയിരുന്നു ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ വിത്തിൻ ദി എക്സിസ്റ്റിംഗ് സ്ട്രക്ചർ ഈ ഒരു ടോൾ യൂണിറ്റ് അല്ലെങ്കിൽ ഒരു കോർണർ യൂണിറ്റ് വരുമ്പം എത്രത്തോളം നമുക്ക് ഈ സ്പേസ് കൺസ്ട്രെയിൻസ് അല്ലെങ്കിൽ മൂവ്മെൻറ്റ്സിന് അത് എത്രത്തോളം റെസ്ട്രിക്റ്റ് ചെയ്യുന്നുള്ള രീതിക്ക് അഖില പറഞ്ഞു തരികയും അതിനനുസരിച്ച് ഞങ്ങളതിനെ റീഡിസൈൻ ചെയ്ത് എന്നാൽ ഈ പറഞ്ഞിരിക്കുന്ന പേർപ്പസ് ഒട്ടും ചോരാതെ തന്നെ അതിൽ ആഡ് ഓൺ ചെയ്യാൻ പറ്റുകയും നമുക്ക് പറ്റുന്നുണ്ടായിരുന്നു. വീഡിയോസ് അയച്ചു തരുമ്പോഴാണെങ്കിലും റെഫറൻസസ് അയക്കുമ്പോഴാണെങ്കിലും അത് നമ്മൾ ഇരിക്കുന്ന സ്പേസിലോട്ട് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും ഒരു പ്രാക്ടിക്കാലിറ്റി ഞങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇരിക്കുന്ന ലേ ഔട്ടിൽ ചിലപ്പോൾ അത് ഇൻക്ലൂഡ് ചെയ്യാൻ നമുക്ക് പറ്റിയെന്ന് വരത്തില്ല. അത് നമ്മൾ ഓപ്പണായിട്ട് പറയുമ്പോൾ തന്നെ ക്ലയൻറ്റ്സ് അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓൾട്ടർനേറ്റ് ആയിട്ടൊരു ഓപ്ഷൻ കൊടുക്കുമ്പോൾ തന്നെയും അത് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ളത് ഒരു ടീമായിട്ട് തന്നെ നമുക്ക് ഇരുന്ന് സംസാരിച്ച് അത് കൊണ്ടുവരാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഞങ്ങളുടെ ഡിസൈനിലും കൊണ്ടുവരാൻ പറ്റി. കാരണം ചില കാര്യങ്ങൾ നമുക്ക് അത് ഫങ്ഷണലി പോസിബിളി എന്നാൽ അപ്പീലിംഗ് ആയിട്ടും കൊണ്ടുവരാൻ പറ്റിയത് ആ ഒരു ഓപ്പൺ കോൺവെർസേഷൻ ഉള്ളത് കൊണ്ട്.